പറഞ്ഞ 25 ജില്ല സ്ഥലങ്ങളിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 108 ആംബുലൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇത് നമുക്ക് ഇത് എപ്പോഴാണ് വിളിക്കേണ്ടതാണ് ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത്. ഇത് എല്ലായ്പ്പോഴും അങ്ങനെ വിളിക്കാനൊന്നും പറ്റത്തില്ല. ഇത് പൊതുവെ ഒരു മേജർ ആയിട്ടുള്ള എമർജൻസി, ഒരു ലൈഫിന് ത്രെട്ട് ആയിട്ടുള്ള ഒരു മരണം സംഭവിക്കാൻ, അത് ഒരു ആക്സിഡന്റ് പറ്റി അത് മരണത്തിലോട്ട് നയിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗം വന്നത് മരണത്തിലോട്ട് നയിക്കുന്ന ആ സമയത്താണ്, ഒരു ക്രിട്ടിക്കൽ സമയത്താണ് നമുക്ക് ഇതിനെ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ മാത്രമേ നിങ്ങൾ ഈ ആംബുലൻസിനെ ഉപയോഗിക്കാൻ വേണ്ടി വിളിക്കാവൂ. കാരണം നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു എമർജൻസി കേസ്, നമുക്ക് എന്തൊക്കെയാണ് മെഡിക്കൽ എമർജൻസികളുള്ളത്, ഏതൊക്കെ മെഡിക്കൽ എമർജൻസികളുണ്ടെന്ന് പറയാമോ? നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഒരു എമർജൻസിയാണ്. കാരണം നമുക്ക് അറിയാൻ പറ്റില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. പിന്നെ ഒരു ആക്സിഡന്റ്, ഒരു റോഡ് ട്രാഫിക് ആക്സിഡന്റ്, RT എന്ന് പറയും, റോഡ് ആക്സിഡന്റ് പറ്റി ഭയങ്കരമായിട്ട് ബ്ലീഡിങ്, ബോധക്ഷയം എന്ന് കിടക്കുന്നു. ഈ അവസരത്തിൽ നമുക്ക് ഈ വണ്ടി ഉപയോഗിക്കാം. പിന്നെ റെസ്പിറേറ്ററി അറസ്റ്റ് വന്നു, ശ്വാസ സംബന്ധമായ എന്തെങ്കിലും അസുഖം വന്നിട്ട് നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരികയാണെങ്കിലും നമുക്ക് ഈ വണ്ടി ഉപയോഗിക്കാം. പിന്നെ സ്ട്രോക്ക് പേഷ്യന്റ്, നമ്മൾ പക്ഷാഘാതം എന്ന് പറയും, ബ്രെയിനിന് വരുന്ന ഒരു അസുഖമാണ്. ഈ ഹാർട്ട് അറ്റാക്ക് പോലെ വരുന്നതാണ് ബ്രെയിനിൽ സ്ട്രോക്ക്, ബ്രെയിൻ അറ്റാക്ക്, അതിന് സ്ട്രോക്ക് എന്ന് പറയും, CVA എന്നും പറയും. ഇങ്ങനെയുള്ള അസുഖത്തിനും അതിന്റെ രോഗകാരണങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് നമ്മുടെ അതിനുവേണ്ടി വിദഗ്ധനായ നമ്മുടെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. പുള്ളി ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരും കുറച്ച് ആംബുലൻസിൽ വെച്ച്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അദ്ദേഹത്തോട് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥകൾ, ഒരാൾ തല ചുറ്റി വീണു, സ്കൂളിൽ അസംബ്ലിയിൽ നിൽക്കുന്ന സമയത്ത്, സാധാരണ നമ്മൾ അസംബ്ലിയിൽ ഒരുപാട് സമയം നിൽക്കുകയാണെങ്കിൽ വെയിൽ കാരണം നമ്മൾ ഒരുപാട് സമയം നിൽക്കുന്നുണ്ട്, ബോധക്ഷയം വന്ന് വിടാറുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഓടിക്കാം. ഫിറ്റ്സ് വന്നൊരു ജെന്നി എന്ന് പറയും, ഫിറ്റ്സ് വന്ന പേഷ്യന്റിനെ നമുക്ക് കൊണ്ടുപോകാം. തീപ്പൊള്ളലേക്കുക, സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് മരിച്ചില്ല, ജീവന്റെ ഒരു അംശം ഉണ്ടെങ്കിൽ ആ സമയത്ത് വിളിക്കാം. ഡ്രൗണിങ് കേസ്, ഡ്രൗണിങ് വെച്ചാൽ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു, ആ സമയത്ത് ഇങ്ങനെയുള്ള മേജർ ആയിട്ടുള്ള എമർജൻസി, അതായത് അതിനാണ് എമർജൻസി എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ കണ്ടീഷൻസ്, ഒരു മനുഷ്യന്റെ ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇമാതിരിയുള്ള കേസുകളാണ്. അപ്പൊ ഈ സമയത്തൊക്കെ നമുക്ക് ഇത് തീർച്ചയായിട്ടും ഇത് വിളിക്കണം. ഇത് വിളിക്കുന്നതിനുള്ള ഗുണം ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. ഇപ്പോൾ ഒരു നെഞ്ചുവേദന എടുത്ത ഒരു പേഷ്യന്റിനെ നമ്മൾ സാധാരണ ഒരു വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഈ വേളാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അടുത്തുള്ള ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ, വേളാവൂരില്ലേ ഇത്, ഓക്കെ, വേളാവൂർ എന്ന് വിചാരിച്ചോളൂ, ഈ സ്ഥലം പ്ലാക്കീഴ് എന്ന സ്ഥലം, അത് തന്നെ. ഈ സ്ഥലത്ത് നിന്ന് അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നെങ്കിൽ അടുത്തൊരു ഹോസ്പിറ്റൽ എവിടെയാണ്? ഗോകുലം ഉണ്ട്, അല്ലെങ്കിൽ കന്യാകുളങ്ങര എന്ന് പറഞ്ഞാൽ വളരെ മേജർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉള്ള ഒരു ഹോസ്പിറ്റൽ അല്ല. അതായത് അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് ഒരു ചികിത്സ കൊടുക്കണമെങ്കിൽ നമ്മൾ മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോകണം. അപ്പൊ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നതിന് ഏകദേശം ഒരു അരമണിക്കൂർ എടുക്കില്ലേ? 3/4 മണിക്കൂർ എടുക്കും. ശരി, 3/4 മണിക്കൂർ എടുക്കെങ്കിൽ അത് ശരി. നമുക്ക് ഈ വണ്ടിയുടെ ഉപയോഗം വരുന്ന, നിങ്ങൾ ചിരിക്കണ്ട, ഈ വണ്ടിയുടെ ഉപയോഗം വരുന്നത് വെച്ചാൽ, ഒരു സാധാരണ ഇപ്പൊ ഇവിടെയുള്ള ഈ സ്ഥലത്ത് നിന്ന് ഒരു പേഷ്യന്റിനെ നെഞ്ചുവേദന എടുക്കുന്ന ഒരു പേഷ്യന്റിനെ നമ്മളൊരു കാറിൽ കയറ്റി ഈ മെഡിക്കൽ കോളേജ് CSC, അതായത് CSC കന്യാകുളങ്ങര CSC ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ അവിടെ ഭാഗ്യദോഷത്തിൽ അവിടെ ഡോക്ടർ കാണുകയോ അതിനുള്ള എക്യുപ്മെന്റ്സ് ECG എടുക്കാനുള്ള ഫെസിലിറ്റി അവിടെ ഇല്ലാതെ വരികയും, പിന്നെ അവിടെ ഒരു 10 മിനിറ്റ് ചെലവഴിച്ചിട്ട് അവിടുന്ന് വീണ്ടും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയും ഒരു 45 മിനിറ്റ് കഴിയും ആ കുട്ടി പറഞ്ഞ കണക്ക്. അപ്പൊ ഈ 45 മിനിറ്റ് നമുക്ക് ടൈം എത്ര പെട്ടെന്ന് സേവ് ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്ക് കഴിയും. എത്ര സേവ് ചെയ്യാൻ പറ്റുമോ ടൈം ഇതിൽ സേവ് ചെയ്യണം. മെഡിക്കൽ എത്തിക്സ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അരമണിക്കൂറിനകത്ത് ഈ പേഷ്യന്റിന്, അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറിനകത്ത് ഗോൾഡൻ ടൈം, ആ ഗോൾഡൻ ടൈമിനകത്ത് നമ്മൾ ഈ പേഷ്യന്റിനെ ഹോസ്പിറ്റലൈസ് ചെയ്യുകയാണെങ്കിൽ, അതായത് മെഡിക്കൽ ചികിത്സ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആ പേഷ്യന്റ് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ഈ നമ്മൾ സാധാരണ ഒരു വണ്ടിയിൽ ഒരു ആംബുലൻസ് അല്ലാതെ വേറൊരു കാറിലോ ഓട്ടോറിക്ഷയിലോ കൊണ്ടുപോകുന്നെങ്കിൽ നമുക്ക് ഈ മാതിരിയുള്ള മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനോ നമുക്ക് മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല. പക്ഷെ ഈ ആംബുലൻസിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ വിളിക്കേണ്ട നമ്പർ നിങ്ങൾക്ക് അറിയാം എന്താണെന്ന്? വേറെ 108 വിളിച്ചാൽ കിട്ടോ? പിന്നെ എന്നാ ഒരു കോഡും ചേർക്കണ്ട, വേറെ 108 തന്നെ വിളിച്ചാൽ മതി കേട്ടോ. ആരാ പറയുന്നത് കോഡ് വിളിക്കണമെന്ന്? ഇതാണ്, നിങ്ങൾക്ക് ഇമാതിരിയുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. അപ്പം തീർച്ചയായിട്ടും കോഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. 108 എന്നുള്ള നമ്പറിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഡയൽ ചെയ്യൂ. നിങ്ങൾക്ക് ഇതിന്റെ കൺട്രോളും സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പൊ വിളിക്കണ്ട, ഞാൻ പറഞ്ഞത് വിളിച്ചാൽ മതി. വിളിക്കേണ്ട ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു തമാശയായിരിക്കും, പക്ഷെ ആ കൺട്രോൾ റൂം ഇരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടായിരിക്കും ഇതെടുക്കുന്നത്. ഇതിന്റെ ഉപയോഗം വരുന്നത്
നമ്മുടെ വീടുകളിൽ ശരിക്കും എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് തമാശ രൂപത്തിൽ എടുക്കാതെ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ഇത് ഈ ചേട്ടൻ വന്ന് പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ ഈ അങ്കിൾ വന്ന് പറഞ്ഞതല്ലേ, ഞാൻ 108 വിളിച്ചില്ല, അവിടെ വിളിച്ച് ഒന്ന് തമാശ കളിപ്പിക്കാന്ന് വിചാരിച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ വിളിക്കുന്ന എല്ലാ കോൾസുകളും അവിടെ റെക്കോർഡിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്തെങ്കിലും ആവശ്യമില്ലാതെ ഒരു കൊയരയ്ക്ക് വേണ്ടി വിളിക്കണമെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇത് അതിലുപരി പറ്റിക്കാനോ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. അത് ഞാൻ പറഞ്ഞു പിന്നീട് പറഞ്ഞുതരാം. ഇപ്പൊ 108 എന്ന് പറഞ്ഞ നമ്പർ വിളിച്ച് നിങ്ങൾ കാര്യം ബോധിപ്പിക്കുക. ആദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം. 108 വിളിക്കുമ്പോൾ ഇത് ഡയറക്റ്റ് പോകുന്നത് ടെക്നോ പാർക്കിലുള്ള കൺട്രോൾ റൂമിലാണ് പോകുന്നത്, അല്ല ഈ വണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളിലല്ല പോകുന്നത്. ഈ വണ്ടി ഇട്ടിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയുടെ 25 ഭാഗങ്ങളിൽ വണ്ടി ഇട്ടിരിക്കുന്നു. ഈ വണ്ടിയുടെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഈ വണ്ടിക്ക് GPS സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റം അതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. എന്താണ് GPS സിസ്റ്റം? കുട്ടികൾ പറഞ്ഞോളൂ. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അതുപയോഗിച്ച് വണ്ടികളുടെ പൊസിഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കും. നിങ്ങളൊക്കെ ഇനി ഉയർന്ന ക്ലാസ്സുകളിൽ ഒരു വിഷയം പഠിക്കാൻ പോയിരിക്കും. ജിയോഗ്രാഫി ഒക്കെ എടുക്കണമെങ്കിൽ അതിൽ പഠിക്കും. ഭൂമിശാസ്ത്രപരമായ ഘടന അനുസരിച്ച് സാറ്റലൈറ്റ് വഴി ഈ GPS ഘടിപ്പിച്ചിട്ടുള്ള ഈ വണ്ടികൾ എവിടെയാണെന്ന് കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്ത് നമുക്ക് അതിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഏത് വണ്ടി എവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്നു, ഏതെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുന്നു, അവിടെ ഈ വണ്ടിയെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം മെഷീൻ അനുവദിക്കുന്നത്. അപ്പൊ നിങ്ങളൊരു വീട്ടിൽ എന്തെങ്കിലും അത്യാഹിതം നടന്നു, അല്ലെങ്കിൽ ഒരു വയസ്സായ ആള് ബാത്റൂമിൽ വഴിക്ക് വീഴുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും കെട്ടിടത്തിന്റെ മണ്ടയിൽ വീഴുകയോ, മരത്തിന്റെ മണ്ടയിൽ വീഴുകയോ, അല്ലെങ്കിൽ ബോധക്ഷയം വന്നു, കറണ്ട് അടിച്ചു, ഇങ്ങനെ എന്തെങ്കിലും ഒരു മേജർ ആയിട്ടുള്ള ക്രിട്ടിക്കൽ കണ്ടീഷൻ വരുന്ന സമയത്ത് 108 നിങ്ങൾ വിളിക്കണം. 108 വിളിച്ചിട്ട് നിങ്ങൾ അവർ ചോദിക്കും, വിളിക്കുന്ന ആളുടെ പേര് ചോദിക്കും, വിളിക്കുന്ന ആളുടെ നമ്പർ ചോദിക്കും, പിന്നെ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്, അതായത് ആ പേഷ്യന്റിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് ചോദിക്കും. ആ ചോദിക്കുന്ന കാര്യം വെച്ചാൽ ആക്സിഡന്റ് പറ്റി